ഞായറാഴ്ച ആയതുകൊണ്ട് രാവിലെ തന്നെ ബൈക്കും എടുത്ത് ഒരു ചായ ഉടയ്ക്കാൻ ഇറങ്ങിയതാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ചെയ്ത് കട്ട പോസ്റ്റായ സമയത്താണ് എവിടെയെങ്കിലും റൈഡ് പോയാലോ എന്ന് പ്ലാൻ ചെയ്യുന്നത്. അതുവരെ ഹാപ്പി ആയിരുന്ന ആദി ഫുഡ് വന്നപ്പോൾ ആകെ കലിപ്പായി. അവൾക്ക് ഇതുപോലെ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു ദോശ വേണം. ചായ കുടിയൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഒരു പ്ലാനായി. അതിരപ്പള്ളി പോയാലോ? വെയിലും പോരാത്തതിന് നല്ല ട്രാഫിക്കും. അതുകൊണ്ട് മൂന്നാർ റോഡ് പിടിക്കാമെന്ന് തീരുമാനിച്ചു. അതാവുമ്പം കുറേ പച്ചപ്പും കിട്ടുമല്ലോ. രാവിലെ 10:30 കാക്കനാടെന്ന് തുടങ്ങി പെരുമ്പാവൂർ കോതമംഗലവും പിന്നിട്ട് നേര്യമംഗലം എത്തി. നേര്യമംഗലത്തു നിന്ന് ലഞ്ചും കഴിച്ച് യാത്ര തുടർന്നു. നേര്യമംഗലം പാലം കടന്ന് കാട്ടിലൂടെയുള്ള പാത അതെല്ലാവർക്കും ഇഷ്ടപ്പെടും. മൂന്നാർ റൂട്ടിലെ ഒരു സെനിക് വ്യൂ ആണ് ഈ പാലം. 1924 പണി തുടങ്ങി 935 തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീ ചിത്രതിരുനാൾ രാമവർമ്മ നാടിനായിട്ട് സമർപ്പിച്ച ഒരു പാലമാണത്. ഇന്ന് എറണാകുളം, ഇടുക്കി ജില്ലകളെ കണക്ട് ചെയ്യുന്ന പ്രധാന പാതകളായ NH 85 ഭാഗമാണ് ഈ പാലം. ഈ യാത്ര മൂന്നാറിലേക്കല്ല. മൂന്നാറിലേക്കുള്ള യാത്രയിൽ ആരും വിട്ടുപോകാനിടയില്ലാത്ത ചീയപ്പാറ വെള്ളച്ചാട്ടം കാണാനാണ് പോകുന്നത്. മൂന്നാറിൽ പലതവണ പോയിട്ടുണ്ടെങ്കിലും ബൈക്കിൽ ഫാമിലിയോടൊപ്പം ഇതാദ്യമായിട്ടാണ്. അധികം ചിന്തിക്കാതെ, മുന്നൊരുക്കങ്ങളില്ലാത്തൊരു യാത്ര. ആദ്യയും കൂട്ടി ആദ്യമായാണ് ഇത്രയും ദൂരം ബൈക്കിൽ യാത്ര ചെയ്യുന്നത്. അവൾക്ക് 4 വയസ്സാണ്. എല്ലാ യാത്രകളും വരാനിരിക്കുന്ന വലിയ യാത്രകളുടെ തുടക്കമാണെന്ന് തോന്നിയിട്ടുണ്ട്. ഈ പാത ഇപ്പോൾ വീതി കൂട്ടുന്ന പണി നടക്കുന്നുണ്ട്. ഇതും മൂന്നാറിലെ ഗ്യാപ്പ് റോഡും കൂടെ എറണാകുളത്ത് നിന്നും ബോധിമേട് വഴി തേനി ഉൾപ്പെടെയുള്ള തമിഴ്നാട്ടിലെ പ്രദേശങ്ങളിലേക്കുള്ള എളുപ്പ വഴിയായി മാറും. ഇതുപോലെ ഒരു വീക്കെൻഡ് ട്രിപ്പൊക്കെ ബോധിമേട് വേഗം പോയി വരാൻ പറ്റും. ഞങ്ങൾ ഇന്ന് പ്ലാൻ ചെയ്തത് വളരെ ലേറ്റായിട്ടാണ്. മൂന്നാറിലേക്കാണ് യാത്ര പ്ലാൻ ചെയ്യുന്നതെങ്കിൽ രാവിലെ ഇറങ്ങുന്നതായിരിക്കും നല്ലത്. വെയിലും കൊള്ളണ്ട, പോരാത്തതിന് സൈറ്റ് സീയിങ്ങിന് ആവശ്യത്തിന് സമയവും കിട്ടും. വീക്കെൻഡ് ആയിരുന്നെങ്കിലും റോഡിൽ വലിയ തിരക്കില്ല. അധിക സ്പീഡ് എടുക്കാതെ കാടിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് അങ്ങനൊരു യാത്ര. എത്തിച്ചേരാനുള്ള സ്ഥലത്തേക്കാൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണല്ലോ പ്രധാനം. അതിന് പറ്റിയൊരു ബൈക്കുമാണ് ക്ലാസിക് 350. ഇത് പുതിയ J സീരീസ് ലോങ് സ്ട്രോക്ക് എഞ്ചിനാണ്. റീബോൺ എന്ന് ലേബൽ ചെയ്തിരിക്കുന്ന പുതിയ ക്ലാസിക് 350 നല്ല റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിനാണ്.
എന്നാൽ ആ തഡ് സൗണ്ടൊക്കെ അതേപോലെയുണ്ട്, അതേ ക്യാരക്ടറും. ഒരല്പം വൈബ്രേഷൻ കുറഞ്ഞിട്ടുണ്ട്, അല്പമല്ല കുറച്ച് നന്നായിട്ട് തന്നെ വൈബ്രേഷൻ കുറഞ്ഞിട്ടുണ്ട്. ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി ചീയപ്പാറ വെള്ളച്ചാട്ടത്തിനടുത്തെത്തി. അത്യാവശ്യം തിരക്കും ഉണ്ടായിരുന്നു. നേര്യമംഗലത്ത് നിന്നും അടിമാലി എത്തുന്നതിന് മുന്നേ ആണ് ഈ വെള്ളച്ചാട്ടം. മൂന്നാറിലേക്കുള്ള വഴിയിൽ തന്നെ ആയതുകൊണ്ട് ആരും ഈ സ്പോട്ട് വിട്ടുപോയില്ല. മഴക്കാലത്ത് ശക്തമായ വെള്ളച്ചാട്ടം ഉണ്ടാകും. ഇപ്പോഴും ഭംഗിയൊന്നും നഷ്ടപ്പെട്ടില്ല, അത്യാവശ്യം വെള്ളമുണ്ട്. കുറച്ച് ഫോട്ടോ എടുത്തും വീഡിയോ എടുത്തും സമയം ചെലവഴിച്ചു. അങ്ങനെ കുറച്ചു നേരം ചീയപ്പാറ ചെലവഴിച്ചതിന് ശേഷം തിരിച്ചിറങ്ങാൻ തീരുമാനിച്ചു. ഒരു കാരണം കൂടെയുണ്ട്, നല്ല ശക്തമായ മഴ വരുന്നുണ്ട്. അതിനു മുന്നേ എറണാകുളം എത്തണം. പെട്ടെന്നുള്ള പ്ലാനായതുകൊണ്ട് റെയിൻകോട്ട് ഒന്നും എടുത്തില്ല. ആദ്യമുള്ളതല്ലേ, മഴ നനഞ്ഞാൽ പ്രശ്നമാവും. പിന്നെതാ കയറി നിൽക്കാൻ ഒന്നുമില്ല, ഒരു ബിൽഡിങ്ങോ വീടോ ഒന്നുമില്ല. മൂന്നാറും മൂന്നാറിലേക്കുള്ള വഴികളും ഒരിക്കലും മറക്കില്ല, മടുക്കുകയില്ല. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകാൻ തോന്നും. ഇതിനിടയിൽ ഒരു യാത്ര നടത്തി കേട്ടോ. മൂന്നാർ ഗ്യാപ്പ് റോഡിൽ തന്നെ ഒരു സ്റ്റേ എടുത്തു. ഇനിയുള്ള വീഡിയോയിൽ അതൊക്കെ ഉൾപ്പെടുത്താം. ഇതാ ഇങ്ങനെ പച്ചപ്പും കണ്ടങ്ങനെ യാത്ര. നേര്യമംഗലം പാലത്തിനോടെടുത്തപ്പോൾ നല്ല ട്രാഫിക്കും പോരാത്തതിന് ഒരു മഴക്കോളും. നല്ല കാറ്റടിക്കുന്നുണ്ട്. കാറ്റിലിതാ ഇല പൊഴിഞ്ഞു വീഴുന്നു. ഒരല്പം പേടി തോന്നി, കാരണം റെയിൻകോട്ടൊന്നുമില്ല. എന്നാലും നേര്യമംഗലം എത്തിയല്ലോ. ശക്തമായ മഴയാണെങ്കിൽ എവിടെയും കയറി നിൽക്കുക, അതാണ് പ്ലാൻ. തിരിച്ചു വരുമ്പം കോതമംഗലത്ത് നിന്ന് മൂവാറ്റുപുഴ വഴിയാണ് വന്നത്. അങ്ങോട്ട് പോയപ്പോൾ പെരുമ്പാവൂർ കോതമംഗലം വഴിയാണല്ലോ പോയത്. ഇതാ ഇവിടെ ഇങ്ങനെയൊരു റൂട്ടുണ്ട്, നല്ല സെനിക്ക് ഒരു റൂട്ട്. ബൈക്ക് റൈഡിന് പറ്റിയ സമയമാണ്. മഴ ചാറി തുടങ്ങിയിട്ടില്ല, അതുകൊണ്ട് എല്ലാവരും ഹാപ്പി. ഇടയ്ക്കിടെ നിർത്തിയാണ് ഈ യാത്ര. റെസ്റ്റ് എടുക്കാതെ യാത്ര ചെയ്യാൻ പറ്റില്ലല്ലോ ബൈക്കിൽ. ഞങ്ങൾക്ക് 2 പേരുടെ ഇടയിലിരുന്ന് ആദ്യം ഉറങ്ങിപ്പോയി. അതുകൊണ്ട് പിന്നീട് പതുക്കെയാണ് വന്നത്. ആറരയോടെ തിരിച്ച് കാക്കനാടെത്തി. ഒരു ഞായറാഴ്ച നല്ലൊരു റൈഡ് പോയ സന്തോഷം മാത്രമല്ല, വരാനിരിക്കുന്ന വലിയ യാത്രകൾക്ക് മുന്നേ ഉള്ള ഒരു വാമപ്പായിരുന്നു ഈ യാത്ര.